ഹായ് നമസ്കാരം. ധാരാളം ആളുകൾ നമ്മളോട് ബഡ്ജറ്റ് വില്ലകൾ ആവശ്യപ്പെടാറുണ്ട്. ഇന്ന് ഒരു ബഡ്ജറ്റ് വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. എല്ലാവർക്കും വലിയപറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു ഹോം ടൂറിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീട് ചെയ്യാനായിട്ട് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പൂക്കാട്ടുപടിയിലാണ്. 4 സെൻറ്റ് സ്ഥലത്ത് 1300 സ്ക്വയർ ഫീറ്റിലായി നിർമ്മിച്ചിരിക്കുന്ന ഒരു 3 ബെഡ്റൂം വീട്. ഒരു കണ്ടംപററി ഡിസൈനിൽ നിർമ്മിച്ച വീടാണിത്. എൻ്റെ പുറകിൽ കാണുന്നതാണ് ഈ വീട്. വീടിൻ്റെ എലവേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കണ്ടംപററി ഡിസൈനിലാണ് വീട് ചെയ്തിരിക്കുന്നത്. അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്കറിയാം ഒരു ഭാഗത്ത് ബാൽക്കണിയാണ് വരുന്നത്. ബാൽക്കണിയുടെ ആ ഭാഗത്തൊരു ഷോ വാൾ കൊടുത്തിട്ടുണ്ട്. അവിടെയും ചെറിയ ഗ്രൂവ് ഒക്കെ കൊടുത്ത് മനോഹരമാക്കിയ ഒരു ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലുള്ള ഹാൻഡ് റെയിൽ സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ് ബാൽക്കണിയുടേത് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഭാഗത്ത് നമുക്ക് ടെക്സ്ചർ വർക്കുകൾ കാണാം. ഓരോ വശത്തും ഓരോ ജനലുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ 3 പാണി ജനൽ വരുന്നുണ്ട്. അതിന് സൈഡിലായിട്ട് ടെക്സ്ചർ വർക്കും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് വീടിൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് മതിൽ നോക്കാം. മതിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു മതിലാണ് നൽകിയിരിക്കുന്നത്. ഒരുപാട് ഡിസൈൻ വർക്കൊന്നും കൊടുക്കാതെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മതിൽ നൽകിയിട്ടുണ്ട്. വീടിൻ്റെ നിർമ്മാണം ഏകദേശം ഒരു 95% ആണ് പൂർത്തിയായിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഗേറ്റ് വരാനുള്ള സ്പേസാണ്. ഗേറ്റ് സ്ലൈഡിങ് ഗേറ്റ് ആണ്. സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ടാണ് ഗേറ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വീടിൻ്റെ മുറ്റത്താണ്. അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു മുറ്റമാണ്. 4 സെൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല നീളത്തിലുള്ള ഒരു മുറ്റം. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്കിവിടെ ലഭ്യമാണ്. നോക്കിയാൽ അറിയാം, ഫ്ലോറിൽ താഴെ കൊടുത്തിരിക്കുന്നത് ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് ആണ്. ഈ ഭാഗത്തേക്ക് 2 or 3 വാഹനം വേണമെങ്കിൽ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഒരു ബഡ്ജറ്റ് വിലയിൽ കിട്ടുന്ന വീടുകളിൽ അങ്ങനെ കിട്ടാൻ പ്രയാസമാണ്. പക്ഷേ ഈ വീടിന് അങ്ങനെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയും അത്യാവശ്യം സ്പേസ് അവൈലബിൾ ആണ്. കിച്ചൻ്റെ പുറകുവശത്തേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നല്ലൊരു വർക്ക് ഏരിയ ചെയ്തെടുക്കാനായിട്ടുള്ള വിശാലമായിട്ടുള്ള കിച്ചൺ പോലെ തന്നെ അത്രയ്ക്കും വലിയ ഒരു വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസ് ഇവിടെയും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ സാധാരണ അലക്കുകല്ല് കൊടുത്തിട്ടുണ്ട്. പുറകുവശത്തും അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസ് ലഭ്യമാക്കിയിരിക്കുന്നു. വീടിന് പുറത്തുള്ള വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഇനി നമുക്ക് പോകേണ്ടത് വീടിൻ്റെ അകത്തേക്കാണ്. അപ്പോൾ അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൽ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് വരുന്നുണ്ട്. ഇവിടെ ഒരു പില്ലർ വരുന്നുണ്ട്. ആ പില്ലർ ക്ലാഡിങ് ടൈലുകളും കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ ഒരു 2 പാളി ജനൽ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഏരിയയിൽ. സെൻറ്റർ ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ വെട്ടിഫൈഡ് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 3-4 ചെയറൊക്കെ ഇട്ടിരിക്കാവുന്ന രീതിയിൽ വിശാലമായതാണ് സിറ്റ് ഔട്ട്. ഇനി നമുക്ക് പോകേണ്ടത് വീടിൻ്റെ അകത്തേക്കാണ്. അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ മെയിൻ ഡോറാണ്. 2 വലിയ പാളികളുള്ള മെയിൻ ഡോറ് നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റീലിൻ്റെ സ്ട്രിപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 വലിയ ഹാൻഡിലും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് നോക്കാം. വീടിൻ്റെ അകത്തേക്ക് കയറി വരുമ്പോൾ ആദ്യം തന്നെ ലിവിങ് സ്പേസ് ആണ്. ഒരുപാട് വലിപ്പമുള്ള ലിവിങ് സ്പേസ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം നല്ല ഒരു ലിവിങ് സ്പേസ്. ഇവിടെ ഈ ഭാഗത്ത് TV യൂണിറ്റിന് വേണ്ടിയുള്ള സ്പേസാണ്. സെമി ഫർണിഷ്ഡ് ആയിട്ടല്ല ഈ വീട് വരുന്നത്. TV യൂണിറ്റ് എല്ലാം നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ചെയ്തു തരുന്നതിന് എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ഒരു ബഡ്ജറ്റ് വിലയിൽ മാത്രമാണ് ഈ വീട് വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് ചെയ്യാത്തത്. ഇവിടെ ഒരു 2 പാളി ജനൽ വരുന്നുണ്ട്. ഇവിടെ ഒരു 2 പാളി ഫ്രണ്ട് വിൻഡോയും വരുന്നുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. വിശാലമായിട്ടുള്ള ഡൈനിങ് സ്പേസ് ആണ്. വലിയ ഒരു ഡൈനിങ് ടേബിൾ ഇടാവുന്ന രീതിയിലുള്ള ഒരു സ്പേസാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഒഴിഞ്ഞു മാറിയ സ്പേസാണ്. കാരണം ഇവിടെ നിന്ന് നമ്മൾ ലിവിങ് സ്പേസിൽ നിന്ന് നേരെ കിച്ചണിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ഡൈനിങ് ടേബിളിൻ്റെ ഒരു തടസ്സമൊന്നും നമുക്ക് വരുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഒഴിഞ്ഞു മാറിയ ഒരു ഏരിയയിൽ തന്നെയാണ് ഈ ഡൈനിങ് ഏരിയ വരുന്നത്. നമുക്ക് വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത് സ്റ്റെപ്പിന് അടിയിലായിട്ടാണ്. ഇവിടെയാണ് വാഷ് കൗണ്ടർ വരുന്നത്. ഒരു വാഷ് ബേസിൻ മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. യൂണിറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. സൊമാനി എന്ന കമ്പനിയുടേതാണ് വാഷ് ബേസിൻ. മുകളിലേക്ക് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള സ്റ്റെയർ വരുന്നത് ഡൈനിങ് ഏരിയയിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് കിച്ചൺ നോക്കാം. കിച്ചൻ്റെ ഡോറ് വരുന്നത് ഗ്ലാസും വുഡും ഉപയോഗിച്ചിട്ടാണ്. ഗ്ലാസ്സിൽ ചെറിയൊരു ഡിസൈൻ വർക്കും കൊടുത്തിട്ടുണ്ട്. കിച്ചൺ അൺഫർണിഷ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ ടേബിൾ ടോപ്പായി ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. താഴെ വിരിച്ചിരിക്കുന്ന ടൈലുകൾ നല്ല ഗ്രിപ്പുള്ള മാറ്റ് ഫിനിഷുള്ള ടൈലുകളാണ്. ഇവിടെ ഒരു കിച്ചൺ വിൻഡോ വരുന്നു. വാൾ ടൈലുകൾ 2 ഡിഫറെൻറ്റ് ടൈലുള്ള വാൾ ടൈൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു കിച്ചൺ വിൻഡോ വരുന്നുണ്ട്. ഇവിടെയാണ് സിങ്ക് വരുന്നത്. ഹാൻഡ് മെയ്ഡ് സിങ്കാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചൻ്റെ വിശേഷങ്ങളും കഴിഞ്ഞു. ഒരു താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. ആ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്. നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഇത്. ഓരോ പാളികളുള്ള 2 ജനലുകൾ ഇരുവശത്തുമായിട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു 2 പാളി ജനലും കൊടുത്തിട്ടുണ്ട്. പോൾ സീലിംഗ് വർക്ക് ഒന്നും തന്നെ ഇവിടെ ചെയ്തിട്ടില്ല. വലിയ ഒരു ബെഡ്റൂം.
അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം തന്നെ ഈ ബെഡ്റൂമിനും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാത്റൂമിൻ്റെ ഡോറ് വരുന്നത് PVC-യിലാണ്. ഇതാണ് ബാത്റൂം. ഗ്ലോസി ആയിട്ടുള്ള വാൾ ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2 ഡിഫറെൻറ്റ് കളറുള്ള വാൾ ടൈലുകൾ. ഇവിടെ വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡും മുകളിൽ എക്സോസ്റ്റിന് വേണ്ടിയിട്ടുള്ള പോയിന്റ് കാണും. ഇവിടെ വാട്ടർ ഹീറ്ററിന്റെ സ്ഥാനമാണ്. ഇവിടെ ഒരു സോപ്പ് ഡിഷ് വരുന്നുണ്ട്. സൊമാനിയുടേതാണ് സാനിറ്ററി ഫിറ്റിങ്സുകളെല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെറയുടേതാണ് ടാപ്പ് ഫിറ്റിങ്സ്. അപ്പോൾ ഇത്രയുമാണ് ഈ ബാത്റൂമിൻ്റെ കാര്യം. ഇനി നമുക്ക് പോകേണ്ടത് മുകളിലത്തെ നിലയിലേക്കാണ്. നേരത്തെ പറഞ്ഞതാണ് ഈ ഡൈനിങ് ഏരിയയിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്നത് സ്റ്റീലിലുമാണ്. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒരു പർഗോള കാണാം. അവിടെ ഗ്ലാസ് ഒക്കെ ഇട്ട് ചെയ്യാനുണ്ട്. സ്റ്റെപ്പ് കയറി വരുന്നത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. ഏകദേശം ആ ഡൈനിങ് ഏരിയയുടെ മുകളിലാണ് ഈ സ്പേസ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഏരിയ തന്നെ ഇവിടെയും കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു 2 പാളി ജനൽ കൊടുത്തിരിക്കുന്നു. മുകളിൽ 2 ബെഡ്റൂമുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ഇടനാഴി പോലെ കൊടുത്തിട്ട് അവിടെ നിന്നാണ് 2 ബെഡ്റൂമിലേക്കുള്ള ഡോറ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെയാണ് ആ ബെഡ്റൂം. താഴത്തെ നിലയിൽ നമ്മൾ കണ്ട ബെഡ്റൂമിൻ്റെ അതേ വലിപ്പം തന്നെയാണ് ഈ ബെഡ്റൂമിനും വരുന്നത്. ഇവിടെ 2 പാളി ജനൽ ഈ ഒരു വശത്തുമായിട്ട് ഓരോ പാലുകളെ ജനലും കൊടുത്തിട്ടുണ്ട്. ബാത്റൂം സെയിം തന്നെയാണ്. ടൈലുകളും സെയിം തന്നെയാണ്. കൂടുതൽ ബാത്റൂമിനെ കുറിച്ചൊന്നും പറയാനുള്ള ഫിറ്റിങ്സുകളും സെറ്റിങ്സും എല്ലാം അതേപോലെ തന്നെയാണ് ഈ ബാത്റൂമിൽ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് പോകുന്നത് 3ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഇതാണ് 3ാമത്തെ ബെഡ്റൂം. എല്ലാ ബെഡ്റൂമും നല്ല വലിപ്പമുള്ളതാണ്. ഇവിടെ 2 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. പകരം ഇവിടെ ഓരോ പാളികളുള്ള ഫ്രണ്ട് ഏരിയയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ജനലാണ് ഇവിടെ വരുന്നത്. ബാത്റൂം ഇവിടെ കൊടുത്തിരിക്കുന്നു. ഈ ബാത്റൂം കുറച്ചുകൂടി വലിപ്പമുള്ളതാണ് 3ാമത്തെ ബാത്റൂം. മറ്റേ ബാത്റൂമുകളെ അപേക്ഷിച്ച് ടൈലുകൾ സെയിം തന്നെയാണ്. 2 ഒരേ ടൈലുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സൊമാനിയുടെ ക്ലോസറ്റ്, സെൻട്രൽ ഭാഗത്തെ ഷവർ, കയറി വരുമ്പോൾ തന്നെ വാഷ് ബേസിൻ. ഈ ബാത്റൂം കുറച്ചുകൂടി വലിപ്പമുള്ളത് ആണെന്ന് മാത്രം. ഇനി നമുക്ക് ബാൽക്കണി കാണാനുണ്ട്. നമ്മൾ വരുന്നത് ബാൽക്കണിയിലേക്കാണ്. ഇതാണ് ബാൽക്കണി. ഒരു കവേർഡ് സ്പേസും ഒരു ഓപ്പൺ സ്പേസും അടങ്ങുന്നതാണ് ബാൽക്കണി. ഇവിടെ നമുക്കൊരു സ്റ്റീൽ ഹാൻഡ് റെയിൽ കാണാം. ഇവിടെ ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഓപ്പൺ സ്പേസ്. പക്ഷേ ടൈലുകൾ വ്യത്യാസമുണ്ട്. നമുക്ക് ഈ മുകളിലേക്ക് ടെറസിലേക്ക് പോകുന്നതിന് ആവശ്യമായുള്ള ഗോവണി ഇവിടെ നിന്നാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കവർ ചെയ്യാനുള്ള ഏരിയ ആണ്. ഇതൊരു നമുക്ക് ഒരു യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് വരുന്ന സ്പേസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഷോ വാൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 4 സെന്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 1300 സ്ക്വയർ ഫീറ്റുള്ള 3 ബെഡ്റൂം വീട്. ബസ് സ്റ്റോപ്പിൽ നിന്നും ഏകദേശം ഒരു 800-900 മീറ്റർ ഈ വീട്ടിലേക്കുള്ള ദൂരമുണ്ട്. ചെറിയൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഈ വില്ല. ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 12 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ള ദൂരം വരുന്നത്. രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്റർ ദൂരമുണ്ട്. എയർപോർട്ടിലേക്ക് നമുക്കൊരു 20 മിനിറ്റിൽ താഴെ സമയത്തിനുള്ളിൽ എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ നല്ല ഒരു വില്ല, ബഡ്ജറ്റ് വിലയിൽ കിട്ടുന്ന 3 ബെഡ്റൂം വീട്. വീടിൻ്റെ വിലയാണ് ഇനി പറയാനുള്ളത്. 43 ലക്ഷം രൂപയാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ നെഗോഷ്യബിൾ ആണ്. വീട് കാണാനായിട്ട് ഞങ്ങളുടെ നമ്പർ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.